ഹായ് ഗൈസ്, ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ലവ് ഇൻ ദ ക്ലൗഡ്സ് എന്ന 2025 റിലീസായ ഒരു റൊമാൻറ്റിക് ഫാന്റസി ഡ്രാമയാണ്. അപ്പം നമുക്ക് കഥയിലേക്ക് കിടക്കാം. കഥ തുടങ്ങുന്നത് മിങ് സിയാൻ എന്നൊരു വ്യക്തിയെ കാണിച്ചുകൊണ്ടാണ്. ഈ വ്യക്തിയുടെ വോയിസിൽ പുള്ളിയെ പരിചയപ്പെടുത്താണ്. ഞാൻ മിങ് സിയാൻ, യാഗുവാങ് മൗണ്ടെയിൻസ് എന്ന സ്ഥലത്തിന്റെ കിരീടാവകാശിയായിട്ടുള്ള പ്രിൻസ് ആണ്. എന്റെ 13ാമത്തെ വയസ്സ് മുതൽ ഞാൻ കിങ് യൂൻ ടൂർണമെന്റിൽ ഫൈറ്റ് ചെയ്യാറുണ്ട്. 7 വർഷം കൊണ്ട് തുടർച്ചയായി ഞാനാണ് വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടിക്കാലം മുതലേ ഞാൻ ഒരു സ്ത്രീയാണ് എങ്കിൽ പോലും ഒരു പുരുഷനായാണ് നടിക്കാറ്. അതായത് ഇത് നമ്മുടെ കഥാനായികയാണ്. പക്ഷേ ഇപ്പൊ ഇവള് ഈ ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് ഒരു പുരുഷനായിട്ട് ഇവരുടെ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്താണ്. മറ്റുള്ളവർക്ക് ആർക്കും തന്നെ ഇതൊരു പെണ്ണാണ് എന്ന കാര്യം അറിയില്ല. എല്ലാവരുടെ കണ്ണിലും ഇതൊരു ആണാണ്. കുട്ടിക്കാലം മുതൽ അങ്ങനെ തന്നെയാണ്. ഇവളുടെ യഥാർത്ഥ ഫേസും ഒന്നും തന്നെ അധികം ആരും കണ്ടിട്ടില്ല. കാരണം ഇതുപോലൊരു മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് ഇവള് ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാറ്. എല്ലാവരുടെ കണ്ണിലും ഇവള് ശക്തനായിട്ടുള്ള ഒരു യോദ്ധാവാണ്, ഒരു ഹീറോ ആയിട്ട് തന്നെയാണ് എല്ലാവരും ഇവളെ കാണുന്നത്. കാരണം ഈ ഒരു കോമ്പറ്റീഷനിൽ അത്രയും കഴിവുള്ള ആളുകളുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഇവള് വിജയം നേടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവള് അത്രയും വിജയം നേടി അല്ലെങ്കിൽ ഒരു ഹീറോ ആണ് എന്ന് പറഞ്ഞ് ഇവൾക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. പൊരുതിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന് കാരണം ഈ ഒരു കോമ്പറ്റീഷൻ വിജയിക്കുന്ന രാജ്യത്തിന് മാത്രമേ അനുഗ്രഹീതമായിട്ടുള്ള മഴ ലഭിക്കുകയുള്ളൂ. അത് ഇവരുടെ നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവളുടെ പ്രധാന ദൗത്യം. അതാണ് എല്ലാവരും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. 6 രാജ്യങ്ങളാണ് ആ ഒരു മഴയ്ക്ക് വേണ്ടി വർഷം തോറും കോമ്പറ്റീഷനിൽ പങ്കെടുക്കാറുള്ളത്. പക്ഷെ എപ്പോഴും വിജയിക്കുന്നത് ഇവളുടെ രാജ്യം തന്നെയാണ്. ഇവള് കാരണം അതുകൊണ്ട് തന്നെ മറ്റുള്ള രാജ്യക്കാരുടെ കണ്ണിൽ ഏറ്റവും വലിയ എതിരാളിയും ശത്രുവും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ മിങ് സിയാൻ. സോ ഇവള് ഇപ്പോഴും ആ ഒരു ടൂർണമെന്റിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വർഷമായിട്ടും ഇവള് തന്നെയാണല്ലോ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും, അങ്ങനെ തന്നെ ആവണം എന്നാണ് ഇവള് സ്വയം പ്രോമിസ് ചെയ്തിരിക്കുന്നത്. സോ ഇവള് ഇത്തവണയും ഫൈറ്റ് ചെയ്ത് വിജയത്തിലേക്ക് എത്തി എന്ന് ഉറപ്പിക്കുന്ന സമയം തന്നെ ഇവൾക്ക് ആ ഒരു കീ ഇവളുടെ കയ്യിൽ കിട്ടിയാൽ മാത്രം മതി. പക്ഷെ ആ സമയത്താണ് ഇവൾക്ക് മുന്നിൽ മറ്റൊരു പവർ യൂസ് ചെയ്ത് ഒരാളെ എത്തുന്നത്. അത് മറ്റാരും അല്ല, നമ്മുടെ കഥാനായകൻ തന്നെയാണ്. ഇവന്റെ പേര് ജി ബുസായി എന്നാണ്. നമുക്ക് ജി എന്ന് വിളിക്കാം. ഇവൻ മറ്റൊരു രാജ്യമായിട്ടുള്ള ജിങ്സിംഗ് എന്ന രാജ്യത്തിലെ ഒരു യോദ്ധാവാണ്. ഇവിടെ ശക്തി കൊണ്ട് മാത്രമല്ല ഇവര് ജയിക്കുന്നത്, ഇവർക്ക് ഇവരുടേതായിട്ടുള്ള സൂപ്പർ പവേഴ്സ് ഉണ്ട്. ഒരു ഫാന്റസി ഡ്രാമയാണ് നമ്മൾ പറഞ്ഞല്ലോ. സോ ഇവരുടെ സൂപ്പർ പവേഴ്സ് കൂടി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കോമ്പറ്റീഷനിൽ വിജയിക്കുന്നത്. സോ ഇവനെ കണ്ട് ഒരു സാധാരണ എതിരാളിയെ പോലെ ജിയുടെ അടുത്തേക്ക് ചെന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ഇവളെ വേറെ ഏതോ ഒരു ലോകത്തിലേക്ക് ഇവൻ കൂട്ടിക്കൊണ്ടു പോവാണ്. ആ ഒരു വിഷ്വൽസ് ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്കും ഒന്നും തന്നെ ആ ഒരു സമയത്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവരെ രണ്ടുപേരും കാണുന്നില്ല. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ജി ഇവളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. ഇവളുടെ മുഖം മറച്ചിരിക്കുന്ന ആ ഒരു മാസ്ക് പോലും അവിടെ ഇവൾക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആവുന്നില്ല. അതുമാത്രമല്ല ഇവൾക്ക് ഇവളുടെ സൂപ്പർ പവർ ഒന്നും തന്നെ യൂസ് ചെയ്യാനും ആവുന്നില്ല. ഒരു സാധാരണ യോദ്ധാവിന് അങ്ങനെയൊന്നും ചെയ്യാനാവില്ല എന്ന് ഇവൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവനോട് നിങ്ങൾ ആരാണ് എന്ന് ഇവനോട് ചോദിക്കുന്നു. അപ്പോൾ ഇവളെ ഇവിടെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവനാണല്ലോ. പക്ഷെ ഇവള് വലിയ അഹങ്കാരത്തിൽ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഇവനും ആ ഒരു രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. സോ ഇവൾക്ക് ഇവളുടെ പവർ ശക്തമായിട്ട് ഇവനെതിരെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പോലും ഇവളെ വിട്ടുകൊടുക്കുന്നില്ല. ഇവളുടെ കൈ മുറിച്ചിട്ട് ഇവളുടെ ശക്തി മാത്രം യൂസ് ചെയ്ത് ഒരു കത്തി പുറത്തെടുത്തിട്ട് ഇവനുമായിട്ട് വലിയൊരു ഫൈറ്റ് തന്നെ നടത്തുന്നു, ജയിക്കും എന്ന പ്രതീക്ഷയില്. പക്ഷെ അവിടെയും ഇവള് പരാജയപ്പെടുകയാണ്. എങ്കിലും വിട്ടുകൊടുക്കുന്നില്ല. വീണ്ടും ഇവനുമായിട്ട് വിജയിക്കണം എന്ന ലക്ഷ്യത്തിൽ തന്നെ പൊരുതാണ്. പക്ഷെ ജി അറിയുന്നില്ല മുന്നിൽ നിൽക്കുന്നത് ഒരു പെണ്ണാണ് എന്ന കാര്യമൊന്നും. സോ ഇവൻ നല്ല രീതിയിൽ തന്നെ ഇവൾക്കെതിരെ പവറും കാര്യങ്ങളൊക്കെ ശക്തമായിട്ട് യൂസ് ചെയ്യുന്നു. ഇവളും അതിന് എതിരായിട്ട് ഇവളുടെ പവർ യൂസ് ചെയ്യുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ഇവളുടെ ബോഡിയിലേക്ക് എന്തോ ഒന്ന് കയറുന്നത് പോലെ ഇവൾക്ക് ഫീൽ ആവുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇവൾക്ക് പിടിച്ചു നിൽക്കാനാവാതെ താഴേക്കും വീഴുന്നു. ഉടനെ തന്നെ ഇവളുടെ കൈ നോക്കുന്ന സമയത്ത് ഇവളുടെ പവർ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു സംഭവം രൂപപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ തിരിച്ച് ജി ആണെങ്കിൽ ഇവളെ ആ ഒരു ഫൈറ്റ് നടക്കുന്ന ആ ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന വേദിയിലേക്ക് തന്നെ കൊണ്ടിടാണ്. അതുകൊണ്ട് ഇവളുടെ അമ്മയും ഇവരുടെ ആ ഒരു രാജ്യക്കാരും ഒക്കെ വലിയ രീതിയിൽ തന്നെ ഷോക്കാവുകയാണ്. കാരണം ഇവൾക്ക് അങ്ങനെ ഒരു അബദ്ധമേ പറ്റുന്നതല്ല. പക്ഷെ ജിയുടെ ആ ഒരു രാജ്യത്തിന്റെ രാജകുമാരിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും വലിയ ഹീറോ ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന മിങ് സിയാനെ പരാജയപ്പെടുത്തിയിട്ടാണല്ലോ ജി ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. ആ ഒരു അനുഗ്രഹീത മഴയുടെ താക്കോലും ഇവൻ കൈക്കലാക്കാണ്. അതും ഇവളുടെ മുന്നിൽ വെച്ച് തന്നെ. ഇവൾ അവിടെ വീണ് കിടക്കുമ്പോഴും ലാസ്റ്റ് നിമിഷത്തിലും ഇവളെ പൊരുതാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. പക്ഷെ ഇവളെ കൊണ്ട് ആവുന്നില്ല. സോ അവിടെ ജി തന്നെ ജയിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ രാജ്യത്തിന് 7 വർഷങ്ങൾക്ക് ശേഷം ആ ഒരു മഴ കിട്ടാണ്. ആ ഒരു നാട്ടുകാരെല്ലാം തന്നെ വളരെ ഹാപ്പി ആവുന്നു. പക്ഷെ മറു സൈഡില് ഒരൊറ്റ തവണ പിഴച്ചത് കൊണ്ട് തന്നെ എല്ലാവരും ഇവളെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങുകയാണ്. അവരുടെയൊക്കെ അനുഗ്രഹീതമായിട്ടുള്ള മഴ നശിപ്പിച്ചത് ഇവളാണ്, ഇവളുടെ കയ്യിലെ തെറ്റുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മഴയില്ലെങ്കിൽ രാജ്യത്തിന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ആലോചിക്കായിരിക്കുമല്ലോ. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ആളുകൾ ഇവളെ തെറി വിളിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും ഒക്കെ. എല്ലാവരുടെ പ്രതീക്ഷയും ഇവളായിരുന്നു. ഇവൾക്കും അത് നല്ലൊരു നിരാശ തന്നെ ആവുകയാണ്. കാരണം 13ാമത്തെ വയസ്സ് മുതൽ ഇവളേക്കാൾ ശക്തരായിട്ടുള്ള ആളുകളായിട്ടാണ് ഇവള് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരുടെയും കണ്ണിലുണ്ണി ആയിരുന്ന വ്യക്തിയാണ്. ഒരിക്കലും ഇവൾക്ക് അങ്ങനെ ഒരു പരാജയം ഉണ്ടാകുമെന്ന് ഇവള് വിചാരിക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു പരാജയം കാരണം തനിക്കിനി ഒരിക്കലും ഒരു വിജയമാവാൻ സാധിക്കില്ല എന്ന് വരെ ഇവളിപ്പോ മനസ്സിൽ ചിന്തിച്ചിട്ടാണ് അവിടെ നിന്ന് പാടി ഇറങ്ങുന്നത്.
ഇവൾ അങ്ങനെ ചിന്തിച്ചതിന്റെ മെയിൻ റീസൺ ഇവളുടെ കയ്യിൽ വന്നിരിക്കുന്ന ഈ ഒരു ഫ്ലവർ ആണ്. സോ ഇവൾ വീണ്ടും ഇവളുടെ ഒരു കൊട്ടാരത്തിലേക്ക് വന്നിട്ട് ഇവളുടെ സ്പിരിച്വൽ പവറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ ഇവളെ കൊണ്ട് ആവുന്നില്ല. ഇവളുടെ ബോഡി നല്ല രീതിയിൽ വീക്ക് ആവുകയാണ്. സോ ഇവൾ നല്ലതുപോലെ വേദനിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പൂച്ചയാണെങ്കിൽ ഇവളുടെ അടുത്തേക്ക് ഓടി വരികയാണ്. അതൊരു സാധാരണ പൂച്ചയല്ല, ഒരു മനുഷ്യന്റെ രൂപമുള്ള വ്യക്തിയാണ്. ഇതിനും സൂപ്പർ പവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവളുടെ പെറ്റും കോ പാർട്ണറും കൂടിയാണ്. ഇതിന്റെ പേര് 27 എന്നാണ്. സോ ഇവനും ഇവളോട് നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഇവളുടെ ആ ഒരു സ്പിരിച്വൽ വെയിൻ തകർന്ന കാര്യം ഇവനോട് പറയുന്നു. പക്ഷെ അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഒരു വിഷം ഇവളുടെ ഉള്ളിലേക്ക് ചെല്ലണം. ആ ഒരു സമയത്ത് ജി ആണല്ലോ ഇവൾക്ക് നേരെ പവർ യൂസ് ചെയ്തത്. സോ അവൻ തന്നെയാണ് ഇത് ചെയ്തതെന്ന് ഇവൾക്ക് മനസ്സിലാവുകയാണ്. അപ്പോഴേക്കും ഇവളുടെ അമ്മയാണെങ്കിൽ ഇവളോട് വന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെ, അതായത് ഇവളുടെ ആ ഒരു ആത്മീയ ശക്തി ബ്രേക്ക് ആയി എന്ന കാര്യം അറിഞ്ഞിട്ട് തന്നെ ഇവളോട് വന്ന് ഈ നാട് വിട്ടുപോകാൻ ആവശ്യപ്പെടുകയാണ്. പക്ഷെ ഇവളാണെങ്കിൽ അമ്മയുടെ കാല് പിടിച്ച് ഞാനത് എത്രയും പെട്ടെന്ന് തിരിച്ചു ശരിയാക്കും, അടുത്ത ടൂർണമെന്റിൽ എന്തായാലും ഞാൻ വിജയിച്ചിരിക്കും, എന്നെ പുറത്താക്കരുത് എന്ന് പറയുമ്പോൾ അമ്മയാണെങ്കിൽ അമ്മ ഇവളെ പുറത്താക്കണം എന്നല്ല ആഗ്രഹിക്കുന്നത്. ഇവൾക്ക് ആ ഒരു സ്പിരിച്വൽ പവർ നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രാജ്യത്തിന്റെ കിരീടാവകാശം ഇവൾക്ക് നൽകില്ല. ഇവളെ കൊല്ലാൻ പോലും പലരും ശ്രമിക്കും. ഇവളെ ജനിച്ച നാള് മുതൽ ഇവളൊരു പെൺകുട്ടിയാണ് എങ്കിൽ പോലും ഇവരാണ് ഇവരുടെ പവർ യൂസ് ചെയ്ത് മറ്റുള്ളവർക്ക് മുന്നിൽ ഇവൾക്ക് ഒരു ആണിന്റെ രൂപം നൽകിയിരിക്കുന്നത്. അതായത് ഒരു ഇലൂഷനിലാണ് ഇവളെ ജീവിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പെൺകുട്ടിയുടെ രൂപമല്ല മറ്റുള്ളവർക്ക് ഇവളെ കാണുമ്പോൾ തോന്നുന്നത് ഈ ഒരു രൂപമാണ്. അത് ഇവൾക്ക് കൊടുത്തിരിക്കുന്നത് ഇവളുടെ അമ്മ തന്നെയാണ്. ജി പോലും ഇവളെ ആ ഒരു രൂപത്തിൽ മാത്രമാണ് കണ്ടേക്കുന്നത്. ഇവളുടെ യഥാർത്ഥ രൂപത്തിൽ ആരും തന്നെ ഇവളെ കണ്ടിട്ടില്ല. വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് ഇവളുടെ ശരിക്കുള്ള രൂപം കാണാൻ സാധിക്കുന്നത്. സോ അമ്മ ഇപ്പോൾ ഇവളോട് ഇവളുടെ ആ ഒരു പവർ നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ നീ ഇവിടെ നിൽക്കണ്ട, മാത്രമല്ല പുരുഷനായിട്ട് തോന്നുന്ന ഈ ഒരു രൂപവും ഉപേക്ഷിച്ചിട്ട് മറ്റൊരു നാട്ടിലേക്ക് നീ പോകണം. ആരും നിന്നെ ഒരിക്കലും തിരിച്ചറിയരുത്. നിന്റെ ഐഡന്റിറ്റി നീ പുറത്ത് പറയാനും പാടില്ല. എവിടെയെങ്കിലും പോയി സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുക എന്ന് പറഞ്ഞ് ഇവളെ പറഞ്ഞു വിടുമ്പോൾ ഇവൾക്ക് ഒന്നും തന്നെ പറയാനാവുന്നില്ല. പക്ഷെ അമ്മയോട് എന്തായാലും ഒരു ദിവസം ഞാൻ എന്റെ എല്ലാ പവറും വീണ്ടെടുത്ത് ഞാൻ ഈ ടൂർണമെന്റിൽ വീണ്ടും പങ്കെടുക്കും എന്ന് മാത്രം പറയാണ്. അതിനുശേഷം നമ്മൾ 2 മാസങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. ഇപ്പൊ നമ്മൾ ജിൻസിംഗ് രാജ്യത്തുള്ള മൂൺലൈറ്റ് ബ്ലോസം എന്ന ഒരു എന്റർടൈൻമെന്റ് ക്ലബ്ബ് പോലത്തേക്ക് ഒരു സ്ഥലമാണ് കാണുന്നത്. അവിടെയാണ് നമ്മുടെ ജിയും ഇപ്പോൾ വിനോദത്തിനായിട്ട് എത്തിയിരിക്കുന്നത്. സോ അവിടെയുള്ള ഫെയറീസ് ഒക്കെ ആയിട്ട് ഇവനിപ്പോ സമയം ചെലവിടാണ്. പക്ഷെ അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പൊ നമ്മുടെ കഥാനായികയായിട്ടുള്ള മിങ് സിയാനും ഉള്ളത്. മുന്നേ ഉണ്ടായിരുന്ന പോലെയുള്ള ആ ഒരു പുരുഷ രൂപമൊന്നുമല്ല ഇവൾക്കിപ്പോ. ഇവള് പൂർണ്ണമായിട്ടും ഒരു സ്ത്രീയാണ്. സ്വയമേയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കണ്ണിലും മറ്റേ ആ ഒരു രൂപങ്ങളൊക്കെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. കാരണം ഇവള് യഥാർത്ഥ മിങ് സിയാനാണ് എന്ന കാര്യം മറ്റാരും അറിയാൻ പാടില്ല. കാരണം ഇവളിപ്പോ നിൽക്കുന്നത് ഇവളുടെ ശത്രു രാജ്യത്താണ്. സോ ഇവളിപ്പോ സ്വീകരിച്ചിരിക്കുന്ന പേര് മിങ്ങി എന്നാണ്. ഇവള് ഈ ഒരു മൂൺലൈറ്റില് ഇപ്പൊ ഒരു പരിചാരികയായിട്ടാണ് 2 മാസം കൊണ്ട് നിൽക്കുന്നത്. ഇവളുടെ രാജ്യം വിട്ട് വന്നിട്ടും 2 മാസത്തോളമായി. ഇവൾ ഇങ്ങോട്ട് തന്നെ നാട് വിട്ട് വന്നതിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ഈ ജി ബോസായിക്ക് വേണ്ടി തന്നെയാണ്. ആ ഒരു ടൂർണമെന്റിൽ വിജയിച്ചതിന് ശേഷം എല്ലാ ദിവസവും ജി ഇവിടെ തന്നെയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാറുള്ളത്. 2 മാസമായിട്ട് അവനോട് അടുക്കാനായിട്ട് ഇവള് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ ഒരു ചാൻസും കിട്ടിയിട്ടില്ല. ഇന്നാണെങ്കിൽ ഇവന്റെ ചെലവിലാണ് ഇവിടുത്തെ ആ ഒരു പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നെങ്കിലും അവനായിട്ട് അടുത്തേ പറ്റൂ എന്നാണ് ഇവള് ഉറപ്പിക്കുന്നത്. സോ ഇവളുടെ മുന്നിൽ ഇപ്പൊ ഒരു യോദ്ധാവുണ്ട്. ഇവന്റെ പേര് ലീ എന്നാണ്. ഇവന് മുന്നേ തന്നെ ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് തോറ്റിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് ഇവളാണല്ലോ മിങ് സിയാൻ. സോ ഇവള് തന്നെ പരാജയപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവൻ. ഈ ഒരു ജിയും അതുപോലെ തന്നെ ഈ ലീ ഒക്കെ ഒരു അക്കാദമിയിലെ അംഗങ്ങളാണ്. അവർ ആ ഒരു രാജ്യത്തെ റെപ്രസെന്റേറ്റ് ആണല്ലോ നിൽക്കുന്നത്. സോ ആ ഒരു രാജ്യത്തിന് ശക്തമായിട്ടുള്ള പവറും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ വെച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിലെ അംഗങ്ങളാണ് ഇവരെല്ലാരും തന്നെ. പക്ഷെ ഇപ്പൊ ജി ആണല്ലോ ഇവർക്ക് ആർക്കും സാധിക്കാത്ത ആ ഒരു കാര്യം ചെയ്തുകൊണ്ട് വന്നത്. അതുകൊണ്ട് തന്നെ ജിയോട് അത്ര വലിയ താല്പര്യമൊന്നും ഇവനില്ല. സോ ഇവളാണെങ്കിൽ ഇവനെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ ആർക്കായാലും സ്വന്തം കുറവുകൾ പറയുന്നത് ഒരു ഇതായിരിക്കുമല്ലോ. സോ ആ ഒരു രീതിയിൽ ഇവൻ തോറ്റ കാരണങ്ങൾ എടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ ജയിക്കായിരുന്നില്ലേ എന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ ഇവളോട് ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത്, ആ ജി ആയിരിക്കും അല്ലെ, അവൻ ഇതൊക്കെ പറയാൻ എന്ത് അവകാശമുള്ളത് എന്നൊക്കെ ചോദിച്ച് ഇവർ തമ്മിൽ സംസാരമാവാണ്. പക്ഷെ ഇവളുടെ ശ്രദ്ധ ഫുള്ള് ജിയിലാണ്. അവിടുന്ന് അവനാണെങ്കിൽ നടന്നു വന്നോണ്ടിരിക്കുകയാണ്. സോ അവന്റെ കൈകളിലേക്ക് ചെന്ന് വീഴുക എന്നുള്ളതാണ് ഇവളുടെ ലക്ഷ്യം. കറക്റ്റ് ഇവളാണെങ്കിൽ അവൻ അടുത്തേക്ക് വരുന്ന സമയത്ത് മുകളിൽ നിന്ന് ആ ഒരു സ്റ്റെപ്പിൽ നിന്ന് അറിയാതെ വീഴുന്ന പോലെ ഇവന്റെ കൈകളിലേക്ക് മനഃപൂർവ്വം ചെന്ന് വീഴാണ്. ഇവര് തമ്മിൽ മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും ജിക്കാണെങ്കിൽ ഇവളെ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കാരണം ഇവളുടെ പുരുഷ രൂപം മാത്രമാണ് ഇവൻ കണ്ടിട്ടുള്ളത്. സോ ഇവളാണെങ്കിൽ ഇവന്റെ കയ്യിൽ തന്നെ ഇങ്ങനെ കിടക്കാണ്. ഒരുപാട് സമയം കണ്ണും നോക്കി ഇവന്റെ ഉള്ളില് ഇവളോട് ഒരു കണക്ഷൻ വരുത്തിയെടുക്കാനാണ് ഇവള് ശ്രമിക്കുന്നത്. ഇവനെ സ്വാധീനിക്കുക എന്നുള്ളതാണ് ഇവളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. എന്തിനാണെന്ന് നമുക്ക് വഴിയെ നോക്കാം. പക്ഷെ ജി ആണെങ്കിൽ നൈസിന് ഇവളെ അതോടുകൂടി തറയിലിട്ടിട്ട് നടന്നു പോവുകയാണ്. സോ ഫസ്റ്റ് പണി തന്നെ പാളി എങ്കിൽ പോലും ഇവളാണെങ്കിൽ ഇവനെ വിടുന്നില്ല. അപ്പോഴേക്കും ലീ ആണെങ്കിൽ ഇവളുടെ അടുത്തേക്ക് വന്ന് നീ ഇവനെ നിന്റെ സൈഡിലാക്കാനാണോ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് വീണ്ടും അതൊരു അവസരമാക്കി എടുത്ത് ജിക്ക് സപ്പോർട്ട് നിൽക്കുന്ന പോലെ നിന്നിട്ട് നിങ്ങളെ കുറിച്ച് ഇദ്ദേഹം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ജിയുടെ മുന്നിൽ ഇവന്റെ ആളായിട്ട് നിന്ന് സംസാരിച്ച് ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാനാണ് ഇവൾ ശ്രമിക്കുന്നത്. പക്ഷെ ലീ ആണെങ്കിൽ അത് മനസ്സിലാക്കാതെ ഇവനോട് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാണ്. ജി ആണ് ഇവന്റെ ന്യൂനതകളെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നീ വേറെ ഒരു ജയിലാളി മാത്രമായിരുന്നു, അബദ്ധവശാൽ നിനക്കൊരു സ്പിരിച്വൽ പവർ കിട്ടിയെന്ന് പറഞ്ഞിട്ട്
നീ വലിയ ആളാണെന്ന് വിചാരിക്കണ്ട. രാജകുമാരിയുടെ സിമ്പതി കൊണ്ട് മാത്രമാണ് നീ യോദ്ധാവായത്. അല്ലാത്ത പക്ഷം നിനക്ക് വേറെ ഒരു കഴിവില്ല. എന്നോടൊപ്പം നിൽക്കാനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജിയെ അപമാനിക്കാണ്. പക്ഷെ ജി ആണെങ്കിൽ അതൊക്കെ കേട്ട് ചിരിച്ചു തള്ളിയിട്ട് ഇവനോട് നിന്റെ അപാര കഴിവുണ്ടല്ലേ നീ മിങ്സ് ചെയ്യാന്റെ ഒരൊറ്റ അടിയിൽ തന്നെ വീണുപോയത് എന്ന് പറഞ്ഞിട്ട് ഇവനെ കളിയാക്കുമ്പോ ഇവനാണെങ്കിൽ ജിയെ പെട്ടെന്ന് ഇടിക്കാനായിട്ട് വരുന്നു. പക്ഷെ ഈ ജി ആണെങ്കിൽ പവർ യൂസ് ചെയ്ത് ഇവന്റെ കൈ അനക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്കാണ്. പക്ഷെ അപ്പോഴേക്കും ഇവരുടെ മറ്റ് സഹപാഠികളായിട്ടുള്ള വ്യക്തികളും അങ്ങോട്ടേക്ക് വരികയാണ്. ജി ആണെങ്കിൽ ആ ഒരു ടൂർണമെന്റിൽ വിജയിച്ചത് ആർക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മനോവശിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. പക്ഷെ പ്രശ്നമൊന്നും ഉണ്ടാക്കണമെന്ന് ലിയോട് പറയുന്നത് കൊണ്ട് തന്നെ ജിയും അവന്റെ ആ ഒരു ലോക്ക് മാറ്റിയിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. പക്ഷെ മിങ്ങി ആണെങ്കിൽ വിടുന്നില്ല, ഇവനെ തടയാൻ നോക്കുകയാണ്. എന്നാൽ ജി ആണെങ്കിൽ ഇവളെങ്ങനെ നോക്കുമ്പോ ഇവൾക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഓൾ ദി ബെസ്റ്റ് എന്ന പോലെ കാണിച്ചിട്ട് ഇവന്റെ ദേഹത്ത് നിന്ന് കൈയെടുത്ത് മാറ്റുന്നു. അവനും അവിടെ നിന്ന് പോവുകയാണ്. ഇയാളെ കയ്യിലെടുക്കുന്നത് എന്ത് വലിയ കഷ്ടപ്പാടാ എന്നാണ് ഇവളെ ചിന്തിക്കുന്നത്. സോ ഫസ്റ്റ് പണി പാളിയത് കൊണ്ട് തന്നെ ഇവൾക്ക് ഇനി അടുത്തത് കണ്ടെത്തിയേ പറ്റൂ. ഇവളെ ശരിക്കും ഇവളുടെ ശത്രുവായിരുന്നിട്ട് പോലും ജിയുടെ പിന്നാലെ നടക്കുന്നതിന് കാരണം ഇവളുടെ മാസ്റ്റർ പറഞ്ഞിട്ടാണ്. ഇവൾക്ക് എന്തോ ഒരു പോയിസൺ ഏറ്റിട്ടുണ്ട് എന്ന് നമ്മൾ മുന്നേ തന്നെ മനസ്സിലാക്കിയതാണല്ലോ. പക്ഷെ അത് ഏത് തരത്തിലുള്ളതാണ് എന്ന് കണ്ടെത്തിയത് ഇവളുടെ മാസ്റ്റർ ആണ്. ഇദ്ദേഹത്തിന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത് ഹെവൻലി ഗ്രീഫ് എന്ന പോയിസൺ ആണ് എന്ന്. ആ ഒരു വിഷം കാരണം ഇവളുടെ ആത്മീയ സ്ഥിരകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവളുടെ സ്പിരിച്വൽ പവർ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു വിഷം ഇവളുടെ ബോഡിയിലേക്ക് സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കും. അതൊരു ഫ്ലവറിന്റെ രൂപത്തിലാണ് ആ ഒരു വിഷം ഉള്ളത്. അതിൽ 7 ഇതളുകളാണുള്ളത്. ഓരോ ഇതളും ഇവളെ ശക്തമായിട്ട് പവർ യൂസ് ചെയ്യുമ്പോഴൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അത് 7 കംപ്ലീറ്റ് ആയിട്ട് കൊഴിഞ്ഞു കഴിയുമ്പോൾ ഇവള് മരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവരുടെ മുന്നിൽ വെറും 1 വർഷത്തെ സമയം മാത്രമാണ് മുന്നിലുള്ളത്. ഈ ഒരു വിഷം ഇവളുടെ ഉള്ളിൽ യൂസ് ചെയ്തത് ജി ആണല്ലോ. അതുകൊണ്ട് തന്നെ അവന്റെ കയ്യിൽ എന്തായാലും അതിന്റെ മറുമരുന്നായിട്ടുള്ള ഗോൾഡൻ മില്ലറ്റ് എന്നൊരു മരുന്ന് കാണും. അതാണെങ്കിൽ ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇവളുടെ മാസ്റ്റർ ഇവളോട് ഈ ഒരു നാട്ടിലേക്ക് വരാൻ പറഞ്ഞതും ഇവന്റെ അടുത്ത് നിന്ന് ആ ഒരു മരുന്ന് കൈക്കലാക്കാൻ പറഞ്ഞതൊക്കെ. ആ ഒരു മരുന്നിന് വേണ്ടിയിട്ടാണ് ഇവളിപ്പോ ഇവന്റെ പിറകെ നടക്കുന്നത്. സോ ഇവള് പതിവ് പോലെ ഇവനെ നിരീക്ഷിക്കുന്ന സമയത്ത് ജി നടത്തുന്ന ഫംഗ്ഷൻ ആണല്ലോ ഇന്ന്. പക്ഷെ മറ്റുള്ളവർ കൊടുക്കുന്ന ഒരു സാധനം ഇവൻ കഴിക്കുകയോ കുടിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആരെങ്കിലും വിഷം ചേർത്ത് കൊടുത്താലോ എന്ന് കരുതിയിട്ടാവണം എന്ന് ഇവളെ വിചാരിക്കാണ്. ഒരു തിന്മ ചെയ്യുന്ന വ്യക്തിക്ക് എന്തായാലും എല്ലാ ഇവിൽ തിങ്സും മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ എന്നാണ് ഇവള് വിചാരിക്കുന്നത്. അപ്പോഴേക്കും അങ്ങോട്ട് ഈ യോദ്ധാക്കന്മാരുടെ എല്ലാവരുടെയും സീനിയർ ആയിട്ടുള്ള ഹാങ് ഫെങ് എന്നൊരു വ്യക്തി അങ്ങോട്ടേക്ക് എത്തുകയാണ്. എല്ലാവരും ഇയാളെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്നുണ്ടെങ്കിലും ഇയാളാണെങ്കിൽ അയ്യോ ഈ ഒരു ബഹുമാനമൊന്നും എനിക്ക് വേണ്ട, നിങ്ങൾ ജീബോസായിക്ക് നൽകിയാൽ മതി എന്നിങ്ങനെ കുറിച്ച് ഹുങ്കില് പറയാണ്. പക്ഷെ ഇയാൾക്ക് വേണ്ടത്ര റെസ്പെക്ട് ഒന്നും തന്നെ നമ്മുടെ ജി നൽകുന്നുണ്ടായിരുന്നില്ല. സോ ഇയാളാണെങ്കിൽ ഇവനോട് വന്ന് ആ ഒരു കോമ്പറ്റീഷനിൽ വിജയിച്ചതിന്റെ സന്തോഷവും അഭിനന്ദനവും ഒക്കെ അറിയിച്ചിട്ട് ഇവന് വേണ്ടി ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവൻ താമസിക്കുന്നത് വൂഗി എന്നൊരു സ്വന്തം ഐലൻഡിലാണ്. പക്ഷെ ആ ഒരു കൊട്ടാരത്തിലാണെങ്കിൽ ഒരേ ഒരു ജോലിക്കാരി മാത്രമാണുള്ളത്. അവരാണെങ്കിൽ വയസ്സായതും. സോ ഇത്രയും വലിയൊരു വിജയവും കാര്യങ്ങളൊക്കെ നേടിയ വ്യക്തി ആയതുകൊണ്ട് തന്നെ ഞാനായിട്ട് നിനക്ക് ഈ സമ്മാനം നൽകുകയാണ് എന്ന് പറഞ്ഞിട്ട് 2 വീട്ടു ജോലിക്കാരിയെ ഇവനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവന്റെ കൊട്ടാരത്തിലെ ജോലിയും കാര്യങ്ങളൊക്കെ എടുക്കാനും ഇവന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ആയിട്ട് ഞാനായിട്ട് തന്നെ മുൻകൈ എടുത്തതിന്റെ ഏറ്റവും വലിയ ആവശ്യം നിറവേറ്റി തരാണ്. നിനക്ക് ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ എന്ന് ജിയോട് ചോദിക്കുകയാണ്. ഇയാളാണെങ്കിൽ ഇവരുടെ ആ ഒരു സീനിയർ മാത്രമല്ല, നമ്മൾ നേരത്തെ കണ്ടിരുന്നല്ലോ ആ ഒരു രാജ്യത്തിന്റെ രാജകുമാരി. സോ ആ ഒരു രാജകുമാരിയുടെ അച്ഛന്റെ സഹോദരൻ കൂടിയാണ്. അത്രയും ഉയർന്ന ഒരു പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. പക്ഷെ ഇയാൾ പറഞ്ഞതെല്ലാം കേട്ടിട്ട് ജി ആണെങ്കിൽ ഇയാളോട് നിങ്ങൾ എന്തായാലും എന്റെ ഐലൻഡില് നല്ലോണം തന്നെ നോട്ടം വെച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കാണ്. അതായത് ഇവന്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി എന്ന രീതിയിലാണല്ലോ ഇയാളിപ്പോ സംസാരിച്ചത്. പക്ഷെ ഇവനാണെങ്കിൽ ഈ സീനിയർ കൊടുത്ത ആ ഒരു ഗിഫ്റ്റ് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇയാള് അതിനുവേണ്ടി ശ്രമിക്കുന്നത് ഇവന്റെ നീക്കങ്ങൾ അറിയാനായിരിക്കും എന്ന് ജിക്ക് അറിയാം. അതുകൊണ്ടാണ് സോ ഒരു അണ്ടർ ടോണിൽ തന്നെ ഇവനാണെങ്കിൽ ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് വേണ്ട എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഇയാള് ഇവനെ വരട്ടുന്ന രീതിയിൽ ഇത് നീ സ്വീകരിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ഇതിന്റെ പിന്നാലെ വരുന്ന ഭവിഷ്യത്ത് നീ അറിയും, നീ എന്നെ നിരസിക്കാറായോ എന്ന രീതിയിലൊക്കെയാണ് ഇയാള് സംസാരിക്കുന്നത്. സോ ഇവരുടെയൊക്കെ ഇടയിൽ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം ഇവൾക്ക് ഇതിന് മനസ്സിലാവുകയാണ്. ആർക്കും ജീബോസായിയോടും താല്പര്യമില്ല, ജീബോസായിക്കും മറ്റാരോടും താല്പര്യമില്ല എന്ന കാര്യം മനസ്സിലാക്കാണ്. അതുകൊണ്ട് തന്നെ ഇതാണ് ഇവളുടെ ചാൻസ് എന്ന് മനസ്സിലാക്കി ഇവള് പെട്ടെന്ന് ആ ഒരു സെർവൻസിലേക്ക് തള്ളി മാറ്റി കളഞ്ഞിട്ട് മുന്നിലേക്ക് വന്ന ഈ സീനിയറിനെയും തട്ടിക്കളഞ്ഞ് ഇവന്റെ അടുത്ത് വലിയ അധികാരത്തിൽ വന്നിട്ട് ഞാൻ ഇതിന് സമ്മതിക്കില്ല, ജീബോസായി നിങ്ങളല്ലേ എന്നെ നിങ്ങളുടെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാന്ന് പറഞ്ഞത്, ഇപ്പൊ നിങ്ങളെ ഇവരെ കൂട്ടിക്കൊണ്ടു പോകാന്നോ, ഞാൻ ഇതിന് സമ്മതിക്കില്ല എന്ന് ഇതിൽ വലിയ അധികാരത്തിൽ സംസാരിക്കുകയാണ്. ഇവനൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. പക്ഷെ ഇവനും അതൊരു ചാൻസ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇവളോട് ഞാൻ അങ്ങനെ പറഞ്ഞോ എന്നിങ്ങനെ ഇവളോട് ചോദിക്കുന്ന സമയത്ത് ഇവളും അതെ നിങ്ങൾ പറഞ്ഞു എന്ന് പറയാണ്. അപ്പൊ ഇവൻ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് പേരോട് പല പ്രോമിസും കൊടുക്കാറുണ്ട്, അതുകൊണ്ട് ആർക്കൊക്കെ എപ്പോ എന്തൊക്കെ കൊടുത്തെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള മറ്റൊരു യോദ്ധാവായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ യാൻ എന്നാണ് ഇവന്റെ പേര്. ഇവനാണെങ്കിൽ എങ്കിൽ പിന്നെ നിങ്ങൾ ഈ 3 പേരെയും സെലക്ട് ചെയ്യാനായിട്ട് ഈ 3 പേരെ സെർവൻസ് ആയിട്ട് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് പറയാണ്. ആ ഒരു സീനിയറും അതിനെ സമ്മതിക്കുന്നു. അതെ അങ്ങനെ ചെയ്യാനായിട്ട് പറയുന്നു. പക്ഷെ ഇവൾക്കാണെങ്കിൽ അത് സമ്മതിക്കാൻ പറ്റില്ലല്ലോ. മറ്റു 2 പേരും കൂടെ കൂട്ടിക്കൊണ്ടുപോയാൽ ഇവളുടെ സ്ഥാനം നഷ്ടപ്പെടും. ഇവൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവൾ അവിടെ വീണ്ടും റിജക്ഷൻ പറയാണ്. എന്നാൽ അവിടെയുള്ള ബാക്കിയുള്ളവരൊന്നും അതിന് സമ്മതിക്കുന്നില്ല. കാരണം വൂഗിയിലുള്ളത് ഇവന്റെ വലിയൊരു കൊട്ടാരമാണ്. സോ അവിടെ എത്ര പേർക്ക് വേണമെങ്കിലും താമസിക്കാം. ഇവരെ 3 പേരെയും കൊണ്ടുപോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല എന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനെ ചൊല്ലി ബഹളം വെക്കുമ്പോൾ ജി ആണെങ്കിൽ ഇവളെ തള്ളിക്കളഞ്ഞ് മുകളിലേക്ക് കയറിയിട്ട് എല്ലാവരോടും വൂഗി ഐലൻഡ് എല്ലാവർക്കും വന്ന് ചൂണ്ടിടാനുള്ളതല്ല, അതുപോലെ തന്നെ എനിക്ക് എന്റെ എനർജിയും വെറുതെ വേസ്റ്റ് ചെയ്യാനാവില്ല,
സോ എനിക്ക് നിങ്ങൾ 3 പേരും ഒരുമിച്ച് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാനാവില്ല. ഒരാളെ മാത്രം കൂട്ടിക്കൊണ്ടു പോകാം. പക്ഷെ നിങ്ങൾ എന്റെ ചോദ്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള മറുപടി നൽകണം എന്ന് പറഞ്ഞിട്ട് ഇവനൊരു ചോദ്യം ചോദിക്കാണ്. അതായത് ഇവൻ താമസിക്കുന്നത് വൂഗി എന്നൊരു ഐലൻഡിലാണല്ലോ. അവിടുത്തെ കടലില് ഒരുപാട് ആത്മീയ ജീവികൾ വസിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ്, അതിനെങ്ങനെയായിരിക്കും നിങ്ങൾ നാളെ പരിപാലിക്കാൻ പോകുന്നത് എന്ന ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. മിങ്ങിയോട് തന്നെയാണ് ഇവൻ ഫസ്റ്റ് ആൻസർ തേടുന്നത്. പക്ഷെ ഇവൾക്ക് അതിന്റെ യഥാർത്ഥ ആൻസർ അറിയാം. വൂഗി എന്ന കടല് നിശ്ചലമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒന്നിനും അതിജീവിക്കാനാവില്ല എന്ന കാര്യം. പക്ഷെ ഇവൾ ആ ഒരു ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ അറിഞ്ഞു, അതെങ്ങനെ കണ്ടെത്തി എന്ന കാര്യങ്ങളൊക്കെ ഒരു ചോദ്യചിഹ്നമായാലോ, ഇവളുടെ ഐഡന്റിറ്റി അവിടെ ഒരു സംശയാസ്പദമായാലോ എന്ന് വിചാരിച്ച് ഇവൾ അവിടെ തെറ്റായിട്ടുള്ള ഒരു മറുപടിയാണ് പറയുന്നത്. അവിടെ ചെമ്മീനുണ്ട്, ആമയുണ്ട്, തിമിംഗലമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ എല്ലാവർക്കും ഇവൾ പറയുന്നത് മണ്ടത്തരാണ് എന്ന കാര്യം മനസ്സിലാവുന്നുണ്ട്. ആ ഒരു സീനിയർ കൊണ്ടുവന്ന സെർവൻസ് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള മറുപടി നൽകുന്നത്. പക്ഷെ ഇവളാണെങ്കിൽ ഇവനോട് വീണ്ടും ഞാൻ എന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാണ്, എനിക്ക് നിങ്ങൾ ഒരു ചാൻസ് കൂടെ തരണം, ഞാൻ നിങ്ങളെ അത്രയും ആരാധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ മറ്റാരും അതിനെ സമ്മതിക്കുന്നില്ല. ഇവന്റെ ഇഷ്ടങ്ങളൊന്നും ഇവൾക്ക് അറിയില്ല. ഇവന്റെ ഒരു പരിചാരിക ആവാനായിട്ട് ഇവൾക്ക് അതുകൊണ്ട് തന്നെ യാതൊരു യോഗ്യതയില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ജിയും ഇവൾക്ക് മറ്റൊരു ചാൻസ് കൊടുക്കാൻ തയ്യാറല്ല. എല്ലാവരും വിചാരിക്കുന്നത് ഈ ഒരു സീനിയർ കൊണ്ടുവന്ന സെർവൻസിനെ ആയിരിക്കും ഇവൻ സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ്. പക്ഷെ ഇവൻ ചൂസ് ചെയ്യുന്നത് മണ്ടത്തരം പറഞ്ഞെങ്കിലും ഇവളെ തന്നെയാണ്. ഇയാള് നല്ലോണം അത് കണ്ട് ഷോക്കാവാണ്. അതുപോലെ തന്നെ ഇവളെ വിചാരിച്ചത് ഈ ചാൻസും കയ്യിൽ നിന്ന് പോയി എന്നാണ്. സോ ഇവൻ എല്ലാവരോടും ഇവളെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഒരു കാലത്ത് ഒരു ജയിൽവാസിയായിരുന്നു, അതുകൊണ്ട് തന്നെ പുറമെയുള്ള അറിവിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, ഉള്ളിലുള്ള ഭക്തിയാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി എന്നെ ഒരുപാട് ആരാധിക്കുന്നത് കൊണ്ട് ഞാൻ ഇവളെയാണ് സ്വീകരിക്കുന്നത്. മാത്രമല്ല എനിക്ക് നിങ്ങൾ വളരെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള വ്യക്തികളാണ്. ഇവളെനിക്ക് അങ്ങനെയല്ല, എനിക്ക് ഇവിടെ വെച്ച് ഇവളെ നല്ല പരിചയമുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരുടെ മുന്നിൽ വെച്ചും ഇവളെ ചൂസ് ചെയ്യാണ്. ഇവൾക്കും ഭയങ്കര സന്തോഷമാണ്. ഇവളുടെ ഐഡിയ വർക്ക്ഔട്ട് ആയല്ലോ. പക്ഷെ ഇവനെ ഹാൻഡിൽ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് എന്ന് ഇവൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇയാൾക്കാണെങ്കിൽ അതൊക്കെ കണ്ട് നല്ല ദേഷ്യവരാണ്. പക്ഷെ ഇയാളൊന്നും പറയാൻ പോകുന്നില്ല. അതിനുശേഷം നമ്മൾ കാണുന്നത് ജീബോസയുടെ ആ ഒരു വൂഗി ഐലൻഡ് ആണ്. ഇവിടെ ഒരേ ഒരു സെർവന്റ് ആണ് ഉള്ളതെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അത് ഇവരാണ്. ഇവരുടെ മനുഷ്യരൂപം ഇതാണ്. പക്ഷെ ഇവരുടെ മറ്റൊരു രൂപം എന്ന് പറയുന്നത് ഒരു ബട്ടർഫ്ലൈ ആണ്. നമ്മൾ നേരത്തെ മിങ്ങിയുടെ കാറ്റിന്റെ ഇത് കണ്ടല്ലോ. സോ അതേപോലത്തെ ഒരു ക്യാരക്ടറാണ് ഇവരും. ഇവിടുത്തെ ബോഡി ഗാർഡും കാര്യസ്ഥനും സെർവന്റും ഒക്കെ തന്നെ ഇവരാണ്. ഇവരെ നമുക്ക് ഗ്രാനി എന്ന് വിളിക്കാം. സോ ജി ആണെങ്കിൽ ഇപ്പൊ ഇവളെ ഈ ഒരു കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത് കണ്ണൊക്കെ കെട്ടിയിട്ടാണ്. ഈ ഒരു ഗ്രാനിക്കാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല ഈ ഒരു പെൺകുട്ടി ഏതാണ് എന്ന കാര്യം. ഇവനോട് എന്റെ കണ്ണ് നിങ്ങൾ എന്തിനാ കെട്ടിയതെന്ന് ചോദിക്കുന്നു. പക്ഷെ ഇവനാണെങ്കിൽ അതെനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ഇവളെ വളരെ കരുതലോടുകൂടി എടുത്തോണ്ടാണ് ഉള്ളിലേക്ക് പോകുന്നത്. അതിന് റീസൺ അവിടെ ആ സീനിയർ ആണെങ്കിൽ ഒരു പുഷ്പത്തെ സ്പൈ ആയിട്ട് നിർത്തിയിട്ടുണ്ട്. ഇവന്റെ നീക്കങ്ങളെ എല്ലാം തന്നെ അയാളെ അറിയിച്ചു കൊടുക്കാനായിട്ട്. സോ ആ ഒരു പുഷ്പം കാണാൻ വേണ്ടി തന്നെയാണ് ഇവളെ തൂക്കിക്കൊണ്ട് പോകുന്നത്. അതിനുശേഷം അവിടെയുള്ള റൂമിലേക്കാണ് കൂട്ടിക്കൊണ്ട് വരുന്നത്. അപ്പോഴും ആ ഒരു ചെടിയാണെങ്കിൽ പുറത്തുനിന്ന് ഇവന്റെ നീക്കങ്ങളൊക്കെ അറിയാനായിട്ട് ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് തന്നെ ഇവളോട് വളരെ ക്ലോസ് ആവുന്നു എന്ന തരത്തിലാണ് അതിന് പുറത്ത് തോന്നിപ്പിക്കുന്നത്. ഇവൻ വിചാരിക്കുന്നത് ഒരു രാത്രിക്ക് വേണ്ടിയിട്ടായിരിക്കും ഇവളെ തന്നെ സമീപിച്ചത്, ഈ ഒരു കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയതെന്നും അതുപോലെ തന്നെ അവിടെ ലീവുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ എന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടല്ലായിരുന്നു എന്ന കാര്യങ്ങളെ ചോദിക്കുമ്പോൾ അതൊക്കെ സത്യമായതുകൊണ്ട് തന്നെ ഇവൾക്ക് ദേഷ്യം വരാണ്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല. എനിക്ക് നിങ്ങളോടുള്ളത് റെസ്പെക്റ്റും ഇഷ്ടവും ആരാധനയും ഒക്കെയാണ്. പക്ഷെ എന്നെ നിങ്ങൾ ഇങ്ങനെ സംശയിക്കുന്നത് വല്ലാത്ത കഷ്ടമാണ് എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഇവനൊന്നും പറയുന്നില്ല. ഇവളോട് ഞാനൊരു ചോദ്യം ചോദിക്കാം എന്ന് പറയാണ്. സോ ഇവള് വീണ്ടും ആ ഒരു ക്വസ്റ്റിന്റെ കാര്യം കേട്ട് നിങ്ങൾക്ക് പെണ്ണുങ്ങളെ ചോദ്യം ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നല്ലോ, എന്ത് വേണോ ചോദിച്ചോ, പക്ഷെ ആദ്യം എന്നെ കണ്ണിന്റെ കെട്ടെടുക്കുക എന്ന് പറയുമ്പോൾ ഇവനും അത് ഓപ്പൺ ചെയ്യുന്നു. പക്ഷെ ഇവള് നോക്കുമ്പോൾ മുന്നിൽ ജി ഉണ്ടായിരുന്നില്ല. ഇവനാണെങ്കിൽ ഓൾറെഡി തന്നെ ആ ഒരു കട്ടിൽ കയറി ഇരിപ്പായിട്ടുണ്ട്. സോ ഇവന്റെ ഉള്ളിൽ ഇവളെ കുറിച്ച് 1000 സംശയങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി ഇവള് നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയെ പിന്തുടരുന്നതിൽ എന്ത് തെറ്റാണുള്ളത്, വെറും ഒരു ജയിൽവാസിയായിരുന്ന നിങ്ങൾ ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു ഇതിഹാസ താരമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഇഷ്ടവും വികാരങ്ങളൊക്കെ തോന്നുന്നത് മൂൺലൈറ്റിലെ ഏതൊരു ഫെയറീസിനും സർവ്വസാധാരണമാണ്. ഞങ്ങൾ എല്ലാവരും നിങ്ങളെ വളരെയധികം ആരാധിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് എന്നെ ഇങ്ങനെ സംശയിക്കേണ്ട എന്ന രീതിയിൽ ഇവളെ സംസാരിക്കുകയാണ്. സോ അങ്ങനെ പറയുമ്പോൾ ഇവന് വലുതായിട്ട് ഇതാവുന്നില്ല. കാരണം ആ ഒരു മൂൺലൈറ്റിലെ ഫെറീസ് എല്ലാം തന്നെ ഇവന്റെ പിറകെ ആണ്. സോ ഇവളോട് നിന്റെ പേര് മിങ്ങിന്നല്ലേ, നീ മൂൺലൈറ്റിലെ ജോലി ചെയ്തിരുന്നതിന് മുന്നേ എവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത് എന്ന് ചോദിക്കാണ്. സോ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവളുടെ അഭിനയം ഒന്നും വിലക്കാവുന്നില്ല എന്ന്. അവന്റെ ആ ഒരു ഇവളോടുള്ള സംശയം മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മണ്ടത്തരം പറയണ്ട എന്ന് ചിന്തിച്ചിട്ട് ഇവള് ഒരു കാലത്ത് എന്റെ കുടുംബം ഔഷധ സസ്യങ്ങളൊക്കെ ശേഖരിച്ചാണ് ജീവിച്ചിരുന്നത്. പക്ഷെ എന്റെ പാരന്റ്സ് മരിച്ചതിന് ശേഷമാണ് ഞാൻ മൂൺലൈറ്റിലെ ജോലിക്കായിട്ട് എത്തിയത് എന്ന് പറയുമ്പോൾ ഇവൻ വീണ്ടും ഇവളോട് അടുത്ത ചോദ്യം ചോദിക്കാനായിട്ട് വരുന്നു. പക്ഷെ ഇവളാണെങ്കിൽ അത് തടയിട്ട് നിങ്ങൾ എന്തിനാ വീണ്ടും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്താ എന്നെ വിശ്വാസമില്ലേ, അതോ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ, ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് പറഞ്ഞ് ഇവളെ എഴുന്നേറ്റ് പോകാനായിട്ടാണ് തുടങ്ങുന്നത്. പക്ഷെ കട്ടിലിന്റെ ആഴം മനസ്സിലാക്കാതെ എഴുന്നേൽക്കുന്നത് കൊണ്ട് തന്നെ താഴെ കിടക്കാണ്. സോ ഇവനും എഴുന്നേൽക്കാനായിട്ട് ഇവൾക്ക് കൈ കൊടുക്കുന്നു. പക്ഷെ ഇവളാണെങ്കിൽ ആ ഒരു അവസരം മുതലാക്കി നേരെ ഇവന്റെ മടിയിലേക്ക് വന്ന് വീഴാണ്. എന്നിട്ട് ഇവനെ വശീകരിക്കാനായിട്ടാണ് ഇവളെ ശ്രമിക്കുന്നത്. പക്ഷെ വീണ്ടും ആ ഒരു ചെടിയാണെങ്കിൽ പുറത്തുനിന്ന് ഇവരുടെ നീക്കങ്ങളൊക്കെ നിരീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഇവനും അത് മനസ്സിലാക്കിയിട്ട് ഇവളെ പിടിച്ചു മാറ്റുന്നു. എന്നിട്ട് ഇവനാണെങ്കിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. അതുകൊണ്ട് ഇയാൾ ഇത്രക്കാരനായിരുന്നോ, എങ്ങനെയാ ഇനി ഇതിന്ന് രക്ഷപ്പെടുന്നത് എന്നാണ് ഇവളെ ചിന്തിക്കുന്നത്.
പിന്നെ വേറെ വഴിയില്ലാതെ വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച് ഇവളും ഡ്രസ്സൊക്കെ അഴിക്കാനായിട്ടാണ് തുടങ്ങുന്നത്. പക്ഷെ ഇവളെ കൊണ്ട് ആവുന്നില്ല. ഈ 27 എവിടെ പോയി കിടക്കാണോ എന്തെങ്കിലും കാണിച്ച് ഇവൻ എന്താ എന്നെ രക്ഷപ്പെടുത്താത്തത് എന്നാണ് ഇവളെ ചിന്തിക്കുന്നത്. സോ ഇവനും ഇവളുടെ അടുത്തേക്ക് ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഇവളെ കിസ് ചെയ്യാൻ എന്ന പോലെ വരാണ്. ഇവൾക്കാണെങ്കിൽ പിന്തിരിഞ്ഞു പോകാൻ പറ്റില്ല. കാരണം ഇവളാണ് ഇവനോട് വലിയ താല്പര്യമുണ്ട് എന്ന രീതിയിൽ നിൽക്കുന്നത്. സോ എല്ലാം കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ കറക്റ്റ് പുറത്താണെങ്കിൽ എന്തോ ഒരു പടക്കം പൊട്ടുന്ന പോലെ ശബ്ദം കേൾക്കാണ്. സോ ഇവള് പെട്ടെന്ന് ആ ഒരു ചാൻസ് യൂസ് ചെയ്ത് അയ്യോ അവിടെ എന്തോ തീ പിടുത്തുണ്ടായല്ലോ, ഞാൻ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടാണ്. ഇവനും പുറത്തേക്ക് അതെന്താണ് എന്ന് നോക്കാനായിട്ട് വരുന്നു. ആ ഒരു ഗ്രാനിയും അത് നോക്കിയിട്ട് ഇവരോട് വന്ന് അവിടെ എന്തോ തീ പിടുത്തുണ്ടായ കാര്യം പറയുമ്പോൾ ഇവളും അത് നോക്കാനായിട്ട് പോകാൻ തുടങ്ങാണ്. പക്ഷെ ജി ആണെങ്കിൽ സമ്മതിക്കുന്നില്ല. നിനക്ക് ഇവിടുത്തെ വഴിയൊന്നും പരിചയമില്ല, അതുകൊണ്ട് ഇവിടെ തന്നെ നിന്നാ മതി. ഇവിടുത്തെ മറ്റു സ്ഥലങ്ങളിലേക്ക് എനിക്കും ഗ്രാനിക്കും മാത്രമേ പ്രവേശനമുള്ളൂ, അതുകൊണ്ട് നീ എങ്ങോട്ടും പോകണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കവചം തീർത്തിട്ട് പോവാണ്. ഇവൾക്ക് പുറത്തോട്ടും പോകാൻ പറ്റില്ല, അതുപോലെ തന്നെ മറ്റൊരാൾക്ക് അകത്തോട്ടും വരാനാവില്ല. ആ രീതിയിൽ ആ ഒരു തീ പിടിച്ചിരിക്കുന്നത് ഇവരുടെ സ്ഥലത്ത് നിന്ന് മാറി കുറച്ച് അകലെയാണ്. പക്ഷെ അവിടെ നിന്ന് ജി പോയി കഴിയുമ്പോൾ 27 അങ്ങോട്ടേക്ക് വരികയാണ്. പക്ഷെ അവിടെ ജി ആണെങ്കിൽ ആ ഒരു കവചം തീർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവനാണെങ്കിൽ ഇവളുടെ അടുത്തേക്ക് എത്താനാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവളുടെ പവർ യൂസ് ചെയ്ത് ആ ഒരു കവചം ബ്രേക്ക് ചെയ്യാണ്. 27 പെട്ടെന്ന് ഇവളുടെ അടുത്തേക്ക് വരുന്നു. ഇവളെ ചെറിയ രീതിയിലാണ് പവർ യൂസ് ചെയ്തത്, അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. സോ ഇവനോട് നീ ഇത്രയും നേരമായിട്ടും എന്താ ഒരു പണി ഒപ്പിക്കാതിരുന്നത്, ഞാൻ ഇപ്പൊ പെട്ടുപോയാനേ എന്ന് പറയുമ്പോൾ ഞാൻ കുറേ നേരം കൊണ്ട് ശ്രമിക്കാം അവിടെ ഒരു ചെറിയ തീ ഉണ്ടാക്കാൻ. ഞാൻ ചെറിയ തീ തന്നെ ഉണ്ടാക്കിയത്, പക്ഷെ അവിടെ എങ്ങനെയാ ഇത്രയും വലിയ തീ ഉണ്ടായതെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ഇവളും അതെന്തെങ്കിലും ആവട്ടെ, നീ ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവനും അതെടുത്ത് കൊടുക്കുന്നു. അതായത് ആ ഒരു മരുന്ന് കണ്ടെത്താനുള്ള ഒരു മാന്ത്രിക സാധനമാണ്. ജി അങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നതിന് മുന്നേ ആ ഒരു മരുന്ന് തപ്പാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ ഇവിടെ ഇവര് ഈ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ ആ ഒരു ഗ്രാനി ആണെങ്കിൽ ഇവനോട് അല്ല ഇവിടെ എങ്ങനെ ഇത്രയും വലിയ തീ പിടിച്ചത്, ആ മിങ്ങി വന്നു കയറിയപ്പോ തൊട്ടാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് അവളെ പുറത്താക്കാനായിട്ട് പോകുമ്പോൾ ഇവനാണെങ്കിൽ ഇവരോട് ഇത് തന്നെ ഉണ്ടായതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. ഇവൻ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെ വലിയ കാര്യമായിട്ട് അടിക്കുന്നുണ്ടായിരുന്നെങ്കിലും അത് ആ ഒരു ചെടിയെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഇവനും ഇവന്റെ മനസ്സിൽ ഇവളുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എന്നാണ് ചിന്ത. അതുകൊണ്ട് തന്നെ ഇവനും ഒരു കയ്യാളുണ്ട്, ബൂഷ എന്നാണ് അവന്റെ പേര്. മിങ്ങിക്ക് നമ്മുടെ 27 പോലെ ഇവന്റേതായിട്ടുള്ള ഒരു പെറ്റുണ്ട്. പെറ്റല്ല, ഒരു ഹെൽപ്പറും കയ്യാളിയൊക്കെയാണ്. സോ അവനോട് മെസ്സേജ് കൈമാറിയിട്ട് ഇവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ഒരു തീ എവിടെയെങ്കിലും ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഇവരെ രണ്ടുപേരുടെയും ശിങ്കിടികള് ചെറുതായിട്ട് ഫയർ ഉണ്ടാക്കിയതാണ്. എന്നാൽ അവരുടെ രണ്ടുപേരുടെയും, അതായത് ബൂഷയുടെയും 27ന്റെയും ചെറുതായിട്ടുള്ള ഫയർ മിക്സ് ആയാണ് ഇത്രയും വലിയ തീ ഇവിടെ ഉണ്ടായത്. പക്ഷെ അത് രണ്ടു കൂട്ടര് അറിയുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇപ്പൊ പിറ്റേന്ന് രാവിലെ ആയിരിക്കാണ്. എന്നിട്ടും ഇതുവരെയും ഇവർക്ക് ആ ഒരു മരുന്ന് കണ്ടെത്താനായിട്ടില്ല. രണ്ടുപേരും അവിടെയുള്ള മുക്കും മൂലയും ഒക്കെ തന്നെ അരിശുവർക്കാണ്. പക്ഷെ ഇവർക്ക് ആ ഒരു മരുന്ന് കണ്ടെത്താനാവുന്നില്ല. സോ ഇനി എവിടെ പോയാ ഇത് അന്വേഷിക്കുക എന്ന രീതിയിൽ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു ഗ്രാനിയും അതുപോലെ തന്നെ ജിയും തിരിച്ച് ആ ഒരു കൊട്ടാരത്തിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇവളാണെങ്കിൽ പെട്ടെന്ന് അവിടെ കാണുന്ന ഒരു മുറിയിലേക്ക് കയറി പോകുന്നു. സോ ഇവരും അകത്തേക്ക് വരുന്ന സമയത്ത് അവിടെ ഇന്നലെ ഇവൻ തീർത്ത കവചം ഉണ്ടായിരുന്നില്ലല്ലോ, ആരോ അത് ബ്രേക്ക് ചെയ്തു എന്ന കാര്യം ഇവർക്ക് മനസ്സിലാവുന്നു. സോ പെട്ടെന്ന് തന്നെ ഗ്രാനി ആണെങ്കിൽ മിങ്ങിയെ തപ്പി പോവാണ്. അവര് പോയി അവിടെ ഫുള്ള് പരിശോധിച്ച് വന്നിട്ട് ഇവനോട് മിങ്ങി ഇവിടെ ഇല്ല എന്ന കാര്യം ഇവനെ അറിയിക്കാണ്. അപ്പോഴാണ് ഇവനും പെട്ടെന്ന് അവിടെ മറ്റൊരു റൂമിൽ നിന്ന് എന്തൊക്കെയോ കാര്യമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നത്. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എന്തായാലും നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമന്റ് ചെയ്യണേ.